मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കാട്ടിലേക്ക് പോകുന്നു പഴം പറിക്കാൻ. നിങ്ങൾ വരുന്നു കവിത പറയാൻ. എടാ, എന്റെ കവിതയെ വെറുതെ കളിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഞാൻ കവിത പൂർത്തിയാക്കാൻ നോക്കിയാണ്. കവിത ഞങ്ങളെ പോലുള്ള ആൾക്കാർ പറയേണ്ടതാ, നിന്നെ പോലുള്ളവർ പറയേണ്ടതല്ല. അധികം കഴിച്ചാൽ തടി വെക്കുന്നു. നോക്ക് കിറ്റി, ഇവനിതാ വീണ് കിടക്കുന്നു. അടികൈ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആലസ്യമായി ഇവിടെ കിടക്കുന്നത്? ഞങ്ങൾക്ക് വല്ലാതെ ബോറടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മുത്തച്ഛന്റെ ഫ്രണ്ടിന്റെ ലാബിലേക്ക് നമുക്ക് പോകാം. അത് ശരി, ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പൊ ബോറടിച്ചിരിക്കുകയാണ്. ആ ലാബിലേക്ക് വന്നാൽ ബോറടി കൂടുകയുള്ളൂ. സംശയമുണ്ടോ? ഒരിക്കലും ബോറടിക്കില്ല. കാരണം അങ്കിൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നതിനേക്കാളും നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലതാ. മഴ പെയ്താൽ വരും രോഗലക്ഷണങ്ങൾ. നമുക്ക് ചെന്ന് കാണാം പരീക്ഷണങ്ങൾ. അടികൈ. ഇതാണ് അങ്കിളിന്റെ വീട്. വരൂ. എടാ കർത്താ, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ കർത്ത മുതലാളിയുടെ സുഹൃത്താ. വീടിന്റെ സേഫ്റ്റി അതാണ് എന്റെ പണി. എന്നെ മുന്നിൽ വന്നാ ഞാൻ തല്ലും. എന്താണത്? എന്നെ മുന്നിൽ വന്നാ ഞാൻ തല്ലും. ഇവനെന്താ ഇപ്പൊ വട്ടായോ? ഇവനിനി ആകാനായിട്ട് എന്താ ഉള്ളത്? ഇവന് നേരത്തെ വട്ടുള്ളതാണല്ലോ. മുമ്പ് ഇവര് വട്ടായിരുന്നു, എന്നാ ഇപ്പൊ ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. എടാ, 4 വർഷത്തിൽ ഒരിക്കൽ നടക്കും വേൾഡ് കപ്പ് ഫുട്ബോൾ. ഇവൻ നമ്മളെ കരുതി ബേസ്ബോൾ. അടികൈ. ഒരാവശ്യമില്ലാതെ നന്ദു ഇപ്പൊ നമ്മളെ തല്ലിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കവിത പറഞ്ഞു കേട്ടാ അവൻ നമ്മളെ കൊല്ലും. ഈ വട്ടന്റെ അടുത്ത് നിന്നും നമുക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. മണി മുഴങ്ങി, രക്ഷപ്പെട്ടു. ഈ നന്ദുവിന് എവിടെ നിന്നാ ഇത്രയധികം ശക്തി കിട്ടിയത്? ഹലോ കുട്ടികളെ, നമസ്കാരം. ഞാൻ പ്രൊഫസർ ഷെഡ്ഡി, നാട്ടുകാർ വിളിക്കുന്നത് വിഡ്ഡി. അതെ, സെക്യൂരിറ്റി ഇൻചാർജ്. വേണ്ട,
സെക്യൂരിറ്റി ഇൻചാർജ്. അതെ, ഇതെന്റെ പുതിയൊരു എക്സ്പെരിമെന്റാ. ഞാൻ കൊടുത്ത മരുന്ന് കഴിച്ചത് കൊണ്ടാ ഇത്രയും ശക്തി. ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു 10-15 പേരെ തല്ലാൻ കഴിയും. പക്ഷെ നന്ദു എന്തിനാ ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്? ഞങ്ങൾ ഇവന്റെ കൂട്ടുകാരനാണ്, സംശയമുണ്ടോ? അത് മരുന്നിന്റെ പവറാണ്. ഇവൻ എന്നെ മാത്രമേ ഓർമ്മയുണ്ടാകൂ. വാഷിംഗ് മെഷീനിലിട്ടാൽ തുണി അലക്കും. ഇവൻ മുതലാളി പറയുന്നത് അനുസരിക്കും. താങ്ക് യു മോനെ, താങ്ക് യു. ഞാൻ പ്രൊഫസർ ഷെഡ്ഡി. നാട്ടുകാർ വിളിക്കുന്നത് വിഡ്ഡി. അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ. ഞങ്ങൾക്ക് വേണ്ടി സർബത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ? എന്താ ഈ കാണിച്ചത്? അത് സർബത്തല്ല, മരുന്ന. ഗുസ്തിക്കാർക്ക് വേണ്ടിയുള്ളതാ. വൗ! കല്യാണത്തിന് പോകുന്നവർക്ക് കിട്ടും നല്ല വിരുന്ന്. അങ്ങുണ്ടാക്കിയിരിക്കുന്നു ഗുസ്തിക്കാർക്കുള്ള മരുന്ന്. അടികൈ. അതെ, പ്യൂർ ഹെർബൽ, നോ കെമിക്കൽ. ഇത് 2 മണിക്കൂർ വരെ ഗുസ്തി ചെയ്യാനുള്ള എനർജി കൊടുക്കും. ഉറങ്ങിക്കിടന്നപ്പോൾ കൊതുക് കടിച്ചു. ഈ ഹണി എന്നെ മലർത്തി അടിച്ചു. അടികൈ. ഇയാളുടെ അടുത്തുനിന്ന് അകന്ന് നിൽക്കണം. ഈ 2 മണിക്കൂറിനുള്ളിൽ ആരടുത്ത് ചെന്നാലും അയാളെ പൊക്കി ഇയാൾ മലർത്തി അടിക്കും. സാറേ, എന്ത് മരുന്നായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എന്ത് ചെയ്യാനാ? എന്റെ പേര് ഷെട്ടി. നാട്ടുകാർ വിളിക്കുന്നത് വിഡ്ഡി. അവർ വിളിക്കുന്നതിൽ തെറ്റില്ല, സംശയമുണ്ടോ? ഇത് മനുഷ്യനാണോ അതോ പ്രതിമയാണോ? പ്രതിമേലടാ, മനുഷ്യനാ. ഇതെന്റെ ജോലിക്കാരനാ, പൗലോസിൻ. ജോലിക്കാരനല്ല, മുതലാളിയാ. ഇന്നു മുതൽ നീയാ എന്റെ ജോലിക്കാരൻ. എന്റെ ശരീരം ഇനി മുതൽ ഇതുപോലെ തന്നെ ആയിരിക്കണം. അതിനുള്ള മരുന്ന് താൻ കണ്ടുപിടിക്കണം. ഞാൻ ഇനി പണക്കാരനായിട്ട് ജീവിക്കും. എല്ലാ ബാങ്കും ഞാൻ കൊള്ളയടിക്കും. ഞാൻ പ്രൊഫസർ ഷെട്ടി. നാട്ടുകാർ വിളിക്കുന്നത് വിഡ്ഡി. അങ്ങേക്കായി മരുന്നുണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. അതെയോ? കിറ്റി, അങ്ങോട്ട് നോക്ക്. ഒരു വശത്ത് സയന്റിസ്റ്റ്, മറ്റൊരു വശത്ത് ഹണി. കുറ്റം ചെയ്തവരാരായാലും ശിക്ഷിക്ക്. ആരെങ്കിലും പ്രൊഫസറെ പോയി രക്ഷിക്ക്. അടികൈ. അങ്കിൾ, കർത്തയെ വിളിക്ക. അവന് 4-5 പേരുമായിട്ട് പൊരുതാനുള്ള കഴിവുണ്ട്. വിളിക്ക. സെക്യൂരിറ്റി ഇൻചാർജ്. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. എത്രയും പെട്ടെന്ന് ഒന്ന് ഇയാളുടെ അടുത്തുനിന്ന് തന്നെ ഒന്ന് രക്ഷിക്ക്. ഞാൻ ബട്ടനാണ്, പക്ഷേ വിഡ്ഢിയല്ല. എനിക്ക് തോന്നുന്നത് ഇവന്റെ മരുന്നിന്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാ. എനിക്കിട്ട് താൻ പണി തരാൻ പറയുന്നു. തനിക്കിട്ട് ഞാനിപ്പോ പണി തരാം. ഇവൻ എന്തായാലും പ്രൊഫസറിനെ ഇടിച്ച് ചമ്മന്തിയാക്കുമെന്ന് തോന്നുന്നത്, സംശയമുണ്ടോ? അറ്റാക്ക്. ഓഹോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഓഹോ, ആ ഇപ്പൊ കാണിച്ചു തരാം. ഓഹോ, വാ, നീയും വാ. ലേറ്റ് ആയപ്പോൾ അവസാനത്തെ ബസ്സും പോയി. ഇവനെ അടിച്ചപ്പോൾ കസേര തവിടുപൊടിയായി. അടികൈ. ഹണി, എന്റെ കൊച്ചളിയാ, ഇവനെ അടിക്ക. ഇവനെ ഇപ്പൊ തന്നെ അടിച്ച് ഞാൻ തവിട് പൊടിയാക്കാം. എന്റെ അമ്മോ, വിട്ടോ. വേഗം ഓടിക്കോ.
ഇവൻ മനുഷ്യനല്ല, രാക്ഷസനാണ്. അതും ഇരുമ്പിലുണ്ടാക്കിയത്. എന്താ പറഞ്ഞ? ഇരുമ്പോ? ഐഡിയ! ഇരുമ്പ് കൊണ്ട് ഇരുമ്പിനെ പൊട്ടിക്കാൻ കഴിയൂ. സോറി ഇത്രയും ധൈര്യം? സോറി ഞാൻ ചെക്ക് ചെയ്യായിരുന്നു താൻ ഇരുമ്പാണോ അല്ലയോ എന്ന്. ഞാൻ ഇരുമ്പ് തന്നെയാണ്. ഇപ്പൊ കണ്ടോ? എന്നാൽ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്ക. എന്നാൽ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്ക. അവൻ കുടിച്ച മരുന്നിന്റെ പവർ തീർന്നോണ്ടിരിക്കുന്ന തോന്നുന്നേ. ബണ്ണിയുടെ പ്ലാൻ വിജയിച്ചിരിക്കുകയാണ്. എലി പത്തായത്തിലെ നെല്ല് കാലിയാക്കി ഇവൻ എന്നെ ചമ്മന്തിയാക്കി. അടികൈ ഒന്ന് വേഗം പൊക്കണേ. ഇവനെ എത്രയും വേഗം കെട്ടിയിടണം. ഞാൻ എന്തിനാ അങ്ങേ പൊക്കിയെടുത്തിരിക്കുന്നേ? അങ്കിളുടെ പരീക്ഷണങ്ങളെല്ലാം വളരെ അപകടം പിടിച്ചതാണ്. ഇത് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് വലിയ അപകടമായി തീരും. ഇന്ന് അങ്ങയുടെ ജോലിക്കാർ ഞങ്ങളെ ഒരു പരുവത്തിലാക്കി. എന്തായാലും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഇവൻ ജോലിക്കാരനാ. ഇദ്ദേഹത്തിന് പകരം വേറെ ഏതെങ്കിലും കുറ്റവാളി ആയിരുന്നെങ്കിലോ നമ്മുടെ പണി ഇതിനു മുൻപേ തീർന്നേനെ. എന്തായാലും ഞാൻ ഈ മരുന്നുകളൊക്കെ നശിപ്പിക്കാൻ പോവാണ്. എന്റെ അടുത്ത പരീക്ഷണങ്ങളെല്ലാം മനുഷ്യർക്ക് ഉപകാരമുള്ളതായിരിക്കും. ചീത്ത സ്വഭാവമുണ്ടായാൽ ശരീരം നശിച്ചു പോകും. നിങ്ങളുടെ പരീക്ഷണങ്ങളെല്ലാം നന്നായാൽ അത് നാടിന് ഉപകാരമാകും. അടികൈ.